ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിന്റെ നിറഞ്ഞ നിയോഗത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം: ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. എത്ര സന്തോഷം നൽകുന്ന ഒരു അനുഗ്രഹീതമായ ദൈവവചനമാണ് ഈ പകൽ ദൈവാത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് നാം പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുവിനെന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. പലപ്പോഴും ഈ ലോകത്തിന്റെ ഇമ്പകരമായ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ നിർദ്ദേശങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് ദൈവിക കൽപ്പനകൾക്ക് താണിരുന്ന് അനുസരിക്കുന്ന മനോഭാവത്തോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ പലരും ഈ ലോകത്തിൽ നിന്ന് വേർവിട്ട് ലോകത്തിലെ മോഹങ്ങൾക്കും ലോകത്തിലെ ഇമ്പങ്ങൾക്കും അനുസൃതമാകാതെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ പലതും കയ്പുള്ള അനുഭവങ്ങളായി തോന്നുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്, ദൈവവചനത്തെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഓരോ ദൈവവൈതലും അഭിമുഖീകരിക്കുന്നതായ പ്രതിസന്ധികളുടെ നടുവിൽ സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടയായിത്തീരും. ഇപ്പോൾ അനുഭവിക്കുന്നതായ അല്പകാലത്തേക്കുള്ള കഷ്ടങ്ങൾ, ഈ ലഘുവായ സങ്കടങ്ങളൊക്കെ നിത്യതേജസ്സിന്റെ ഒരു വലിയ സന്തോഷത്തിന്റെ മഹാസുദിനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന, ഉല്ലസിച്ചാനന്ദിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ മുമ്പിലുണ്ട് എന്നുള്ള ഒരു പ്രത്യാശ നൽകുന്ന ദൈവവചനമാണ്. ആകയാൽ ആ പ്രത്യാശയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പകൽക്കാലം ധൈര്യത്തോട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.